നമസ്കാരം. പൊതുവെ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു തോന്നൽ അല്ലെങ്കിൽ വിലയിരുത്തൽ ഏറ്റവും ഭേദപ്പെട്ട അധികാരമുള്ള ജോലി മന്ത്രിമാരുടേതല്ല, ജഡ്ജിമാരുടേതാണെന്നാണ്. മുൻസിഫ്, മജിസ്ട്രേറ്റ് മുതലാണ് അവരുടെ തൊഴിൽ ആരംഭിക്കുന്നത്. പിന്നെ അങ്ങ് ചീഫ് ജസ്റ്റിസ് വരെയുള്ള ഉന്നതമായ പദവികളുണ്ട്. അവർക്ക് എപ്പോഴും സംരക്ഷണമുണ്ട്, അവർക്ക് എപ്പോഴും അധികാരമുണ്ട്. ഒരു മന്ത്രിയെപ്പോലും ജയിലിലടയ്ക്കാനുള്ള അധികാരം ഒരു മജിസ്ട്രേറ്റിനുണ്ട് എന്ന് ഓർക്കണം. അങ്ങനെ മജിസ്ട്രേറ്റ് മുതൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വരെയുള്ള ഈ നീതിന്യായ ശൃംഖല അധികാരമുള്ള പ്രിവിലേജ്ഡ് ഗ്രൂപ്പായി അറിയപ്പെടുമ്പോഴും അവർക്കുള്ള ഏറ്റവും വലിയ പരിമിതി കൈയും കാലും കെട്ടിയിട്ടവരെ പോലെയാണ് അവരുടെ ജീവിതം. വ്യക്തി എന്ന നിലയിൽ അവർക്ക് മറ്റുള്ളവർക്കുള്ള മൗലികാവകാശങ്ങളിൽ പലതും നിഷേധിക്കപ്പെടും. അവർക്ക് സൗഹൃദങ്ങളിൽ പോലും നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വരും. പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയാൻ അവർക്ക് പരിമിതികളുണ്ട്. അവരുടെ രാഷ്ട്രീയമോ മതമോ അഭിപ്രായ പ്രകടനങ്ങളോ അവരുടെ തൊഴിലിനെ ബാധിക്കാതിരിക്കാൻ, മറ്റുള്ളവർക്ക് മുൻവിധി ഉണ്ടാകാതിരിക്കാൻ ഏറെ ജാഗ്രത പാലിക്കണം. മാത്രമല്ല, വ്യക്തിപരമായി അധിക്ഷേപിക്കപ്പെട്ടാൽ പോലും അതിന് വിശദീകരണം കൊടുക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിക്കുന്നതെങ്കിലും ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്ത് കോടതി അലക്ഷ്യ കേസുകൾക്കും പരിമിതിയുണ്ട്. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയാണ് പലരും അവർക്ക് താല്പര്യമില്ലാത്തവരെ ആക്രമിക്കാൻ തുനിയുന്നത്. എന്നാൽ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അത്തരമൊരു സാഹചര്യത്തിലേക്ക് തള്ളി നീക്കപ്പെട്ടാൽ തൊഴിൽ പോയാൽ പോവട്ടെ, എനിക്ക് പറയാനുള്ളത് പറയും എന്ന തീരുമാനത്തിലേക്ക് ചില മജിസ്ട്രേറ്റുമാരോ ജഡ്ജിമാരോ ഒക്കെ ഇറങ്ങിയാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും? അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന രംഗപ്രവേശമാണ് തൃശ്ശൂരിലെ മുൻസിഫ് തിയാര റോസ്മേരി നടത്തിയിരിക്കുന്നത്. ഇങ്ങനെയൊരു രീതി നമ്മുടെ നാട്ടിലില്ല. സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ചുണ്ടാവുന്ന ആരോപണങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്നത് പതിവില്ല. പക്ഷേ തൻ്റെ കാര്യം താൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയും എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് തൃശ്ശൂരിലെ തിയാര റോസ്മേരി എന്ന മജിസ്ട്രേറ്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഇന്നലെ വൈകുന്നേരം. പതിവ് പോലെ ഈ നാട്ടിൽ മര്യാദയ്ക്ക് നിയമമനുസരിച്ച് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും ശത്രുവായി മാറിയിരിക്കുന്ന ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ, അത് റിപ്പോർട്ടർ ചാനലാണ്. വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി, മുതലാളിമാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഏത് നീതിമാനെയും അവർ ക്രൂശിക്കും. അവർക്കെതിരെ എന്ത് കള്ളവാർത്തയും കൊടുക്കും. ഈ മജിസ്ട്രേറ്റും പൊറുതിമുട്ടി വിരൽ ചൂണ്ടുന്നത് റിപ്പോർട്ടർ ചാനലിനെതിരെയാണ്. റിപ്പോർട്ടർ ചാനലിനെതിരെ രംഗത്ത് വരാത്ത, സമൂഹത്തിൽ നീതിബോധത്തോടെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് കണ്ടറിയണം. അവർക്ക് രണ്ട് താല്പര്യങ്ങളേ ഉള്ളൂ: ചാനലിൻ്റെ റേറ്റിംഗും മുതലാളിമാരുടെ സാമ്പത്തിക താല്പര്യവും. അതിനുവേണ്ടി ഏതു നിരപരാധിക്കെതിരെയും അവർ വാർത്ത കൊടുക്കും. മുതലാളിമാർ അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കേസിൽ നിന്നും അവരെ ഊരാൻ സഹായിക്കാത്ത എല്ലാവർക്കെതിരെയും അവർ യുദ്ധം പ്രഖ്യാപിക്കും. ഷൗക്കത്ത് അലിയെ പോലെ കേരള പോലീസിലെ ഏറ്റവും മികച്ച ഓഫീസർമാരിൽ ഒരാളായ ബെന്നി റിപ്പോർട്ടർ മുതലാളിമാരുടെ മരം മുറിക്ക് തെളിവുണ്ടാക്കിയതിൻ്റെ പേരിൽ, അന്വേഷിച്ചതിൻ്റെ പേരിൽ അയാളെ പീഡന കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് നമ്മൾക്ക് അറിഞ്ഞതാണ്. സുപ്രീം കോടതി വരെ പോയി ശ്രമിച്ചെങ്കിലും അത് പാളിപ്പോയി. മറുനാടിനെതിരെ എത്രയോ കള്ളക്കേസുകൾ രാജ്യത്തിന് നാനാഭാഗത്തും കൊടുക്കുന്നു. ഇതിൽ അതിശയിക്കേണ്ടതില്ല. സത്യം പറയുന്നവരെ നീതി ചെയ്യുന്നവർക്ക് കണ്ടുകൂടാ. ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് തിയാര റോസ്മേരി എന്ന മജിസ്ട്രേറ്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോവാം. കഴിഞ്ഞ ഏപ്രിൽ 25 മുതൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. മരമുറി കള്ളന്മാർ എന്ന് വിളിപ്പേരിൽ അറിയപ്പെടുന്ന റിപ്പോർട്ടർ TV യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഞാൻ DMOയുടെ ഒപ്പും സീലും വ്യാജമായി നിർമ്മിച്ച് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അപേക്ഷ നൽകി എന്ന് ആരോപിച്ച് ഒരു കള്ളവാർത്ത ആക്രോശിച്ചുകൊണ്ട് പുറത്തുവിട്ടു. ആ വാർത്തയിൽ എൻ്റെ അനുവാദമില്ലാതെ ഫേസ്ബുക്കിൽ നിന്നും എൻ്റെ ഫോട്ടോസ് മോഷ്ടിച്ച് എൻ്റെ പേരും ഫോട്ടോസും കുറഞ്ഞത് ഒരു 25 തവണയെങ്കിലും വളരെ മോശമായ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് പരാമർശിച്ചു. എന്തിന്? എൻ്റെ കുടുംബാംഗങ്ങളുടെ പേര് പോലും ഇതിലേക്ക് വലിച്ചിഴയ്ക്കുകയുണ്ടായി. സത്യാവസ്ഥ അന്വേഷിക്കാനോ മറുപടി എന്നോട് ചോദിക്കാനോ തയ്യാറാകാതെ TRPക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില യൂട്യൂബർമാരും ഓൺലൈൻ മാധ്യമങ്ങളും കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന രീതിയിൽ ഈ വാർത്ത ഏറ്റുപിടിച്ചു. അവർ നടത്തിയ അസത്യ പ്രചരണങ്ങൾ എൻ്റെയും എൻ്റെ കുടുംബത്തിനെയും അന്തസ്സിനെയാണ് ചോദ്യം ചെയ്തത്. ഒരു നിമിഷം കൊണ്ട് ഞാൻ സമൂഹത്തിന് മുന്നിൽ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെട്ടു. എൻ്റെ ജോലിയിൽ ഞാൻ എന്തുമാത്രം കൃത്യനിഷ്ഠയും ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തുന്നുണ്ട് എന്ന് ഞാൻ ജോലി ചെയ്ത കോടതികളിലെ വിധികൾ പരിശോധിക്കുകയും അവിടെയുള്ള വക്കീലന്മാരോടും സ്റ്റാഫുകളോടും ചോദിച്ചാൽ അറിയാം. എൻ്റെ കുടുംബം അനുഭവിച്ച മാനസിക സമ്മർദ്ദം വാക്കുകൾക്ക് അതീതമാണ്. ഉറക്കമില്ലാത്ത രാത്രികൾ, സമൂഹത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ. ഈ വ്യാജ വാർത്ത പടച്ചുവിട്ടവർക്കും അത് പ്രചരിപ്പിച്ചവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ കണ്ണീരിന് മറുപടി പറയാൻ കഴിയുമോ? DMO ഓഫീസിൽ ഒരിക്കൽ പോലും കാലുകുത്താത്ത, DMO ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത ഞാൻ DMOയുടെ വ്യാജ ഒപ്പും സീലും ഉപയോഗിച്ച് 30,000 രൂപ തട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്നായിരുന്നു മരമുറി കേസിലെ പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാത്ത ചാനലിൻ്റെ ആരോപണം. ഒരു ചാനൽ കീശയിലുണ്ടെങ്കിൽ ആരെയും തേജോവധം ചെയ്യാം എന്നാണ് അവരുടെ മനസ്സിലിരിപ്പ്. ഇതാ കോട്ടയം DMO ഓഫീസിൽ നിന്ന് ഔദ്യോഗികമായ രേഖകൾ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഞാൻ സമർപ്പിച്ച മെഡിക്കൽ ബില്ലുകളും എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റുകളും DMO നേരിട്ട് പരിശോധിച്ച് റീഇംബേഴ്സ്മെന്റ് അനുവദനീയം ആണ് എന്ന ഒപ്പും സീലും വെച്ച്
സാക്ഷ്യപ്പെടുത്തിയതാണെന്ന് ഇതിൽ വ്യക്തമാണ്. DMO ഓഫീസിലേക്ക് രേഖകൾ അയച്ചത് എൻ്റെ ഓഫീസ് മുഖേനയാണ്. ആയതിൻ്റെ സർട്ടിഫിക്കറ്റ് പകർപ്പും നൽകുന്നു. ഈ കള്ളവാർത്തകൾ കാരണം എൻ്റെ കുടുംബം മനോവിഷമം സഹിക്കാതെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ അതിന് ആരുത്തരം പറയുമായിരുന്നു? ഞങ്ങളുടെ ജീവന് ഒരു വിലയുമില്ലേ? ഞങ്ങൾ മരണപ്പെട്ടിരുന്നെങ്കിൽ സമൂഹം പറയും ചെയ്ത തെറ്റ് പിടിക്കപ്പെട്ടപ്പോൾ മനസ്സു നൊന്ത് ആത്മഹത്യ ചെയ്തുവെന്ന്. നിരപരാധികളായി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവനെ ആര് വില കൽപ്പിക്കും? ഞാനില്ലെങ്കിൽ എൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ആര് മുതിരും? പലർക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നറിയാമെങ്കിലും കുപ്രസിദ്ധനായ ആ ചാനലിനെതിരെ ആരും ഒരു വാക്കും ഉരിയാടുന്നില്ല. തരം താഴാവുന്നതിന് മാക്സിമം തരം താഴ്ന്ന് എന്നെയും എൻ്റെ കുടുംബത്തെയും മനസ്സും അടുപ്പിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിവിടുക എന്ന ഉദ്ദേശത്തോടെ തികച്ചും വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ച ആളുകളുടെ ജീവിതം തകർക്കുന്ന മാധ്യമ ധാർമ്മികതയില്ലാത്തവർക്കെതിരെ ജനങ്ങൾ ചുട്ട മറുപടി കൊടുക്കും എന്ന് ഞാൻ വിശ്വസിച്ചുകൊള്ളുന്നു. സത്യം തിരിച്ചറിയുക, ഇത്തരം കള്ളപ്രചരണങ്ങൾ അവഗണിക്കുക, ഇത്തരം വ്യാജ വാർത്തകൾ നൽകുന്ന ചാനലുകൾ ബഹിഷ്കരിക്കുക. ഇത്രയും വൈകാരികമായ ഒരു ജഡ്ജിന് ഈ നാട്ടിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതേണ്ടി വരുന്നു എന്നത് ഞെട്ടിക്കുന്ന സത്യമാണ്. ഇത് പറയുമ്പോൾ പലരും ചിന്തിക്കും, ഏതാനും നാളുകൾക്ക് മുമ്പ് ഇങ്ങനൊരു വാർത്ത എല്ലാ മാധ്യമങ്ങളിലും വന്നല്ലോ എന്ന്. ഈ പറയുന്ന മജിസ്ട്രേറ്റിനെ കേരള ഹൈക്കോടതി വ്യാജ റീഇംബേഴ്സ്മെന്റ് ബില്ലിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. ആ വാർത്ത വാസ്തവമാണ്. അങ്ങനെ ഒരു സസ്പെൻഷൻ ഈ മജിസ്ട്രേറ്റ് കിട്ടിയിട്ടുണ്ട്. ആ സസ്പെൻഷൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ വ്യാജമായത് സസ്പെൻഷൻ ആധാരമായ പരാതിയാണ് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. മജിസ്ട്രേറ്റിനോട് വ്യക്തിപരമായി പകവീട്ടാൻ മറ്റു ചില താല്പര്യങ്ങളുള്ളവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കത്തിന്റെ തുടർച്ച മാത്രമാണിത്. മുമ്പും ഈ മജിസ്ട്രേറ്റിനെതിരെ റിപ്പോർട്ടർ ചാനൽ വ്യാജ വാർത്തകൾ പലതും കൊടുത്തു. അതിന്റെ പേരിൽ റിപ്പോർട്ടർ ചാനലിനെതിരെ 2 കോടി രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഈ മജിസ്ട്രേറ്റ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് മജിസ്ട്രേറ്റിനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ ഈ കള്ളവാർത്തയുമായി രംഗത്തെത്തിയത്. വാസ്തവത്തിൽ മജിസ്ട്രേറ്റ് ഇത് പുറത്തുവിട്ടതോടെ ആ ആരോപണം തന്നെ വ്യാജമാണെന്ന് വ്യക്തമാകുന്നു. അപേക്ഷയിലോ രേഖകളിലോ കള്ളമായി ഒന്നുമില്ല എന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ തന്നെ വിവരാവകാശ നിയമപ്രകാരം രേഖകൾ കൈമാറുമ്പോൾ പിന്നെ എന്തു തിരുത്തൽ ആര് നടത്തി എന്നത് പ്രസക്തമാവുന്നു. റിപ്പോർട്ടർ ചാനൽ ഇത് പുറത്തുവിടുകയും മറ്റെല്ലാ മാധ്യമങ്ങളും ഒരുപക്ഷെ മറുനാടനും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഒരുപക്ഷെ മറുനാടനും ഏറ്റുപിടിച്ചിട്ടുണ്ടാവാം. എന്നാൽ അവർക്ക് സത്യാവസ്ഥ വ്യക്തമാക്കാൻ അവസരം കിട്ടിയില്ല. എന്തിനേറെ ഈ വ്യാജ പരാതിയുടെ പേരിൽ ഹൈക്കോടതി പോലും നടപടിയെടുത്തു. അന്വേഷണം നടന്നു വരുന്ന ഒരുപക്ഷെ തെളിവുകൾ കിട്ടുന്നതോടെ ഹൈക്കോടതി നടപടി മാറിയെന്ന് വരാം. എന്തിനാണ് റിപ്പോർട്ടർ ചാനൽ ഒരു മജിസ്ട്രേറ്റിന് പിന്നാലെ പോകുന്നത്? അതിന് പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ ഞെട്ടിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തും. ഇതേക്കുറിച്ച് ചില വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് റിപ്പോർട്ടർ ചാനലിന് ഈ മജിസ്ട്രേറ്റിനോട് ഇത്ര പക? എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ ഈ മജിസ്ട്രേറ്റിനെ ഇങ്ങനെ വേട്ടയാടുന്നത്? എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ സകല നീതിമാന്മാരെയും വേട്ടയാടുന്നത്? എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ചാനൽ നിയമവിരുദ്ധമായ പ്രവർത്തികളിലൂടെ ഇപ്പോഴും ഇങ്ങനെ നിറഞ്ഞാടുന്നത്? UDF കൺവീനർ അടൂർ പ്രകാശ് നേരത്തെ പറഞ്ഞു UDF അധികാരത്തിൽ വന്നാൽ റിപ്പോർട്ടർ ചാനലിനെ പൂട്ടിക്കുമെന്നാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് റിപ്പോർട്ടർ ഇപ്പോഴും ഈ കള്ളവാർത്തകളും വ്യാജ പ്രചരണങ്ങളുമായി രംഗത്തുള്ളത്? UDF സർക്കാരിന് പോലും എന്തുകൊണ്ടാണ് ഈ നുണ ഫാക്ടറിയുടെ മേൽ നടപടിയെടുക്കാൻ കഴിയാത്തത്? വരും ദിവസങ്ങളിൽ നമുക്ക് അന്വേഷണം തുടരാം.